നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഉമ്മ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്, ഉപ്പ കാരണമായിട്ടാണ്, അല്ലെങ്കിൽ ആ സാറ് കാരണമായിട്ടാണ്, അല്ലെങ്കിൽ ആ ഉസ്താദ് കാരണമായിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മാമൻ കാരണമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഡോക്ടർ കാരണമായിട്ടാണ് ഞാൻ ഇങ്ങനെയായത് എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളെ കുറ്റപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഉത്തരവാദിയാകുന്നത്? ഉമ്മയെക്കുറിച്ച്, ഉപ്പയെക്കുറിച്ച്, ഡോക്ടറെ കുറിച്ച്, സാറിനെ കുറിച്ച്, കൗൺസിലറെ കുറിച്ച്, അല്ലെങ്കിൽ നാട്ടിലത്തെ ഒരു തീരുമാനം എടുക്കുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങളാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. കാരണം നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നിന്നാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദി നമ്മളല്ലേ? ശരിയാണ്, ഒന്ന് ചിന്തിച്ചോക്കെ. അപ്പൊ നമ്മൾ ചോദിക്കും, പിന്നെ ഒന്നിനും നമ്മൾ ഉത്തരം കൊടുക്കണ്ടേ? ഒന്നിനും നമ്മളൊരു വിധി കൽപ്പിക്കണ്ടേ? അല്ലെങ്കിൽ ഒന്നിനും നമ്മളൊരു പിന്നെ തീരുമാനം എടുത്തു കൊടുക്കണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പക്വതയോട് കൂടിയിട്ട് പെരുമാറുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ആരാണ് ഒരു പ്രശ്നവുമായിട്ട് വരുന്നത് എങ്കിൽ ആ പ്രശ്നവുമായി വരുന്നവരോട് അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറയുക. നമ്മൾ അതിനൊരു സഹായം മാത്രം, ഒരു ഗൈഡ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇരുവശങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് സ്നേഹത്തോടു കൂടി പറയുക, ഇനി ഇവിടെ തീരുമാനം എടുക്കേണ്ടത് മോനെ നീയാണ്, അല്ലെങ്കിൽ മോളെ നീയാണ്. എന്നിട്ട് നിങ്ങളൊരു ഉത്തരം കണ്ടെത്തൂ, അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനം കണ്ടെത്തൂ. തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങൾ എടുക്കുന്ന തീരുമാനം വിജയിക്കാൻ സാധ്യതയുണ്ട്. അതല്ല, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ മറ്റൊരു വശം ചിന്തിക്കൂ. ഏതൊരു ഫാമിലി ലൈഫിലാണെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തൊരു വിഷയത്തിലാണെങ്കിലും ഈ പറഞ്ഞൊരു പോയിന്റ് ഒന്ന് മനസ്സിൽ വെച്ച് നോക്കൂ. പക്ഷേ നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. പല സാറുമാരും ഞാൻ പറഞ്ഞ പോലെ കുട്ടിയോട് പഠിച്ചോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ വിഷയം എടുത്ത് മുന്നോട്ട് പോയി നോക്കൂ, തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. അത് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായതാണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് ജോലി കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചില കുട്ടികൾക്ക് ഉത്തരവ് കൊടുക്കും. ഈ കുട്ടി കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു രീതിയിലും കുട്ടിക്ക് അതിനെ ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന് ഉത്തരവാദി ആരാണ്? ആ പറഞ്ഞ് അങ്ങനെ പ്രേരിപ്പിച്ച സാറ് തന്നെയാണ് ഉത്തരവാദിയല്ലേ? നേരെ മറിച്ച് മോൾ അങ്ങനെ ചിന്തിച്ചോ, എന്നിട്ട് മോൾ അതിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ആ മേഖലയിലൂടെ പോവാം. അത് മോൾ സ്വയം, അല്ലെങ്കിൽ മോൻ സ്വയം ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും. ഇത് സാറ് പറഞ്ഞതല്ലേ, വാപ്പ പറഞ്ഞതല്ലേ, ഉമ്മ പറഞ്ഞതല്ലേ എന്ന വാപ്പയും ഉമ്മയും വളരെ ചെറിയ കുട്ടികളോട് തീരുമാനം എടുക്കാൻ കഴിയാത്ത കുട്ടികളോട് ഉത്തരവ് പറയണം, അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധം കാണിക്കണം. അതല്ല ഇവിടെ. അത്യാവശ്യം വളർന്ന് വലുതായിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ള ഒരു ഭാര്യയുടെ കാര്യത്തിൽ, ഭർത്താവിന്റെ കാര്യത്തിൽ, ഭർത്താവിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ഉത്തരവിടുക, നീ അങ്ങനെ ചെയ്തു നോക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്ക്. എന്നിട്ട് ആ പ്രശ്നങ്ങൾ വന്നാൽ പറയും, അയാളെന്ന് അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ ഈ വണ്ടി വിലയൊക്കെ ഉണ്ടായത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, അയാൾ പറഞ്ഞു ഇങ്ങനെ ചെയ്തോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പൊ ആകെ കുഴപ്പം. അപ്പൊ അയാളും ഫോൺ വിളിച്ചെടുക്കണില്ല, ഒരു പരിഹാരം പറഞ്ഞു തരുന്നില്ല. ഇപ്പൊ അയാൾ മേപ്പെട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദേഷ്യം പിടിപ്പിച്ചത്? നമ്മൾ ഉത്തരവ് പറഞ്ഞു, അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു, അപ്പൊ നമ്മൾ ഉത്തരവാദിയായി. പക്ഷെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കൂല. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് ടോട്ടൽ തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും കയറിയിട്ട് നമ്മൾ ഉത്തരവ് ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഉത്തരം കൊടുക്കുക, ചോദിക്കുന്നതിന് മുഴുവൻ ഉത്തരം കൊടുക്കാനൊന്നും പാടില്ല. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ മടിയന്മാരായിരിക്കും, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവരായിരിക്കും. അപ്പൊ ഒരു പക്വമായിട്ടുള്ള ജീവിതത്തില്, അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലർ, അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ, ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വിഷയം വരുമ്പോഴും അവരെ മുൻനിർത്തിയിട്ട് അവരോട് പറയണം, ശരിയാണ് ഈ പറഞ്ഞതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇതിപ്പോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചോ, അല്ലെങ്കിൽ ഈ വർഷം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കാം നിന്റെ റിസൾട്ട് ഉണ്ടായിരിക്കുക. ഒരു കാര്യം ചെയ്യും, നിനക്ക് ഏത് രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എങ്കിൽ നീ തന്നെ ഒരു തീരുമാനം എടുക്കുക. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ട സഹായങ്ങളും സഹകരണവും എന്നോട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. അതല്ലാതെ ഞാനങ്ങോട്ട് മുന്നിട്ടിറങ്ങി ഞാനാണ് ഇവിടുത്തെ വലിയ ആള്, എനിക്കാണ് എല്ലാ കാര്യത്തിലും വിവരം, എന്നേക്കാൾ വലിയ വിവരം ഒരാളുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനം ഭയങ്കര ബെറ്റർ ആയിരിക്കും, ഞാൻ നാട്ടിലത്തെ ഭയങ്കര തീരുമാനക്കാരനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ കുഞ്ഞാപ്പുമായിട്ട് നമ്മളൊരു ഉത്തരവിറക്കിയാൽ, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും എന്നിൽ ഉത്തരമുണ്ട്, ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഈ ഞാനിൽ അവസാനം എല്ലാ ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കേണ്ടി വരും. കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് കേൾക്കേണ്ടി വരും, ഒരുപാട്. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം വലുതായി പക്വതയുള്ള ആളുകൾ പല പ്രശ്നങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരും. പല ടെൻഷൻസ് ഉണ്ടായിരിക്കും അവർക്ക്, പല വിഷയങ്ങൾ. ഒരു ഒളിച്ചോട്ടാണത്. ഈ പറയടാ ഇതൊരു തീരുമാനമാണ്, ഞാൻ വിശ്വാസം, അങ്ങനെയൊക്കെ പറയും. അതൊരു പക്ഷെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആദ്യ വഴിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഈ പറയിച്ചവൻ തന്നെ പറയും, അന്ന് അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരൊറ്റ മനുഷ്യനെ എന്റെ ജീവിതം നശിപ്പിച്ചത്, അല്ലെങ്കിൽ അയാൾ കാരണം ഞാൻ അത്രേ ദുരിതം അനുഭവിക്കുന്നത് കണ്ട നമ്മളെ ഉത്തരവാദിയായിട്ട് അവൻ പറയുന്നത്. അപ്പൊ ഈ ഉത്തരവാദിയായിട്ട് നമ്മൾ ഉത്തരവാദി എപ്പോഴാണ് ആകുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരിക്കലും ഉത്തരം കൊടുക്കരുത്.
ഞാനൊരു പക്ഷെ എൻ്റെ വീട്ടിലത്തെ സാഹചര്യം, എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം, അതുപോലെ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ലൈഫ് വെച്ചിട്ടായിരിക്കും ഞാൻ അവനക്ക് ഉത്തരം കൊടുക്കുക. ഇങ്ങനെ ചെയ്തൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായി. പക്ഷെ ഒരിക്കലും അവന്റെ വീട്ടിലത്തെ ഒരു പശ്ചാത്തലം അതായിരിക്കില്ല, അവന്റെ കുടുംബ സാഹചര്യം അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത ഐഡിയാസ് മൊത്തം അവിടെ ഫ്ലോപ്പ് ആവും, പ്രശ്നങ്ങൾ തുടങ്ങും, കുടുംബത്തിലാകെ വിഷയങ്ങളാവും. എന്നിട്ട് അവസാനം പറയും ഇന്നയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, എനിക്കൊരിക്കലും അവന് താല്പര്യമില്ലായിരുന്നു, പക്ഷെ അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാ വിജയിച്ചു, ഇങ്ങനെ ചെയ്തു നോക്ക്. അപ്പൊ നമ്മുടെ ആ ഒരു ഉത്തരവ്, ആ കൽപ്പനയാണ് അവന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അല്ല, വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് എല്ലാവരും ഒരേ ആൻസർ എഴുതി എങ്ങനെ പാസ്സാവുക, എങ്ങനെ ജീവിക്കുക. നമ്മുടെ കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ അങ്ങനെയല്ല. എന്റെ കുടുംബത്തിന്റെ സിറ്റുവേഷൻ ആയിരിക്കും അയൽവക്കത്തെ കുടുംബത്തിന്റെ സിറ്റുവേഷൻ. അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കി കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ ക്വസ്റ്റ്യൻ മുന്നിലിരിക്കുക, ഇതിനെ ആൻസർ ചെയ്യാതെ മറ്റേതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയാൾ എഴുതുന്നു. അയാൾ ഫിസിക്സ് പരീക്ഷ എഴുതുമ്പോൾ ഞാൻ എന്റെ മുന്നിലുള്ള ബയോളജി പരീക്ഷയുടെ റിസൾട്ട് കൊടുക്കുന്നതിന് പകരം അയാളിൽ കോപ്പി അടിച്ച വമ്പം പരാജയമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് നല്ലൊരു കൗൺസിലറും അതുപോലെ തന്നെ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അധ്യാപകനോ എന്തോ ആവട്ടെ, ഈ ഒരു തത്വം ഒന്ന് മനസ്സിലാക്കണേ. നമ്മൾ എല്ലാത്തിനും കയറിയിട്ട് അങ്ങോട്ട് ഉത്തരം കൊടുക്കരുത്. ഉത്തരം കൊടുത്താൽ നമ്മൾ ഉത്തരവാദിയാണ്. നിങ്ങൾ എത്ര ചിന്തിച്ചാൽ മതി. ഞാനൊരു കാര്യത്തിൽ ഉത്തരവാദി അങ്ങനെ ചെയ്തോ, ഓക്കെ, ഒരു പ്രശ്നമില്ല, ഞാൻ ഉത്തരം കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വിഷയത്തിൽ എന്ത് പ്രശ്നം, ഞാൻ ഉത്തരവാദിയല്ലേ, ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുന്നിൽ, പ്രത്യേകിച്ച് കൗൺസിലേഴ്സ് ശ്രദ്ധിക്കുക, നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നം ഉള്ള ആളുകൾക്ക് ഒരിക്കലും നമ്മൾ ഉത്തരം കൊടുക്കരുത്. അത് പ്രണയ പ്രശ്നങ്ങളായിട്ട് വരും, കാമുകന്മാര് വരും, ദാമ്പത്യ വിഷയങ്ങളായിട്ട് പിരിയാൻ വേണ്ടി വരും. നിങ്ങളുടെ പിരിഞ്ഞാളി, അത് നിങ്ങൾക്ക് നല്ലത്. ഈ പോക്കുപോയ പ്രശ്നമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തു നോക്കേ, പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട്. അതല്ല ഇങ്ങനെ ഈ പോക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതം സന്തോഷമാവൂല, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു ഭാവി ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നലുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളൊരു തീരുമാനം കണ്ടെത്തൂ. നാളെ നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ ഉണ്ടാവരുത്. ആ രീതിയിലുള്ള ഒരു ബോധോദയമാണ് അവരിലേക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നിങ്ങൾ പറയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാവില്ല. അതല്ലാതെ പല ഉമ്മമാരുണ്ട് കുടുംബത്തിൽ ഇരുന്നിട്ട്, എന്താ എനിക്ക് അങ്ങനെ ചെയ്താലും ഞാൻ പറഞ്ഞ ചെയ്താൽ പോരെ, എന്താ ഇതിന് പ്രശ്നം, എന്നിട്ട് അവസാനം ആ കുട്ടിയുടെ ദേഷ്യം മുഴുവൻ ഉമ്മ വാങ്ങി വെക്കും. ആ കുറച്ച് പ്രായമായിട്ടുള്ള കുറച്ച് മുതിർന്ന ആളുകളാണ് എല്ലാ സാഹചര്യം നോക്കൂല, സന്ദർഭം നോക്കൂല, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പശ്ചാത്തലം നോക്കൂല, കാലഘട്ടത്തിന്റെ അവസരങ്ങൾ നോക്കൂല. ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചത്, പിന്നത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചാലും നിങ്ങളെ മനസ്സിലാക്കണ്ടേ, അപ്പൊ നിങ്ങൾക്ക് സുഖം കൂടിയില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരുപാട് കാലം പിറകോട്ട് പോയിട്ടുള്ള ഒരു തീരുമാനം ആ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കും. ആ കുട്ടികൾക്ക് ഒരിക്കലും അതിനെ ഫോളോ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം, അങ്ങനെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? പ്രായമായ വല്യപ്പാനി വല്യമാനൊക്കെ ആ മക്കൾ വെറുക്കും, ഒരു ജാതി കുറ്റം പറയും, വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കും. എന്തിനാണ് ഈ മരിക്കാൻ കാലത്ത് ഇങ്ങനെയൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മക്കളെ നിന്ന് മേടിച്ചു വെക്കുന്നത്? അപ്പൊ ഒരു പരിധി വരെ നമ്മൾ അവരെ ഉത്തരം കണ്ടെത്താൻ പ്രാപ്തരാക്കുകയും എന്നിട്ട് നമ്മൾ അവിടെ കൂടെ നിന്നിട്ട് ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുക, അതാണ് വേണ്ടത്. പക്ഷേ ഒരു രീതിയിലും അതിന് ഫോളോ ചെയ്യാൻ കഴിയാത്ത മക്കളുണ്ടായേക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉത്തരം കൊടുക്കണം കേട്ടോ. പക്ഷേ അത്യാവശ്യം തന്റെ ഇടമുള്ള മുതിർന്ന പൗരന്മാരാവട്ടെ, പെൺകുട്ടികളാവട്ടെ, ആൺകുട്ടികളാവട്ടെ, അവരുടെ ജീവിതത്തിൽ നമ്മൾ കയറി ചെന്നിട്ട് അവരെ നമ്മൾ ഒരു അംഗീകരിക്കാതെ ഞാൻ പറഞ്ഞതാണ് കേട്ടാൽ മതി. അങ്ങനെ ആൾക്കാർ ഞാൻ പറഞ്ഞതാണ് കേട്ടാൽ പോലെ, ഇത്ര കാലം ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ച് ഇപ്പോഴും കയറും, ഇങ്ങനൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അവരെ കൊണ്ട് ഒരു കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോസ് നീയാണ് ഉത്തരം കൊടുത്തത്, അതുകൊണ്ട് നീ ഉത്തരവാദിയാണ്. നിനക്ക് കുറ്റങ്ങൾ ഒരു പക്ഷെ വന്നുകൊണ്ടിരിക്കും, ഏത് വിഷയത്തിനും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ അയ്യോ എന്താണ് ഇങ്ങനെ, ഞാൻ എന്ത് നല്ലത് ചെയ്തിട്ടും എന്റെ തലയിലാണല്ലോ ഈ എഴുത്ത്, ഞാൻ ഇറങ്ങറായല്ലോ, എത്ര നല്ലത് ചെയ്താലും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ മോശം അനുഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഏത് ജീവിതത്തിലും ഇങ്ങനെ ഓരോരുത്തർക്കുള്ള ആ ഒരു സ്വയം കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അതിൻ്റെ ഒരു നല്ല വശത്തിലൂടെ പോവാനുള്ള അവരിലുള്ള ഒരു പ്രാപ്തി അല്ലെങ്കിൽ അവരിലുള്ള ഒരു പവർ നമ്മൾ ഉണർത്തിയിട്ട് അവരെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവില്ല. മാത്രമല്ല നമ്മളോട് ബഹുമാനം ഉണ്ടായിരിക്കും, സ്നേഹം ഉണ്ടായിരിക്കും. വീണ്ടും നമ്മളുടെ അടുത്ത് അവർ വരും ഒരു ബഹുമാന അന്തരീക്ഷത്തോട് കൂടിയിട്ട് നമ്മളുടെ വാല്യൂ കണ്ടിട്ട്. അതല്ലാതെ സടപടാച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ സോറി,
അതിന്റെ റിസൾട്ട് വളരെ മോശമായിരിക്കും. അപ്പൊ ഒക്കെ എല്ലാവരോടും കൂടി പറയുന്നു, നിങ്ങൾ ഏതൊരു വിഷയത്തിൽ ഉത്തരവ് പറയുന്നോ അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നോ അതിന്റെ ഉത്തരവാദി നിങ്ങളായിരിക്കും. ഞാനാണെങ്കിൽ ഞാനായിരിക്കും. ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. എല്ലാത്തിലും ഇങ്ങനെ കയറി ഭരണം നടത്തുന്നവർ ഒരു ചെറിയ ചേഞ്ച് വരികയാണെങ്കിൽ ആ കുടുംബത്തിൽ, ആ ഫാമിലി ലൈഫിൽ, ആ ദാമ്പത്യത്തിൽ, ആ പ്രണയത്തിൽ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരു മനസ്സമാധാനം കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? പലരുടെ ഐഡിയ പോലും പലരും അംഗീകരിക്കൂല. എന്നിട്ട് അതൊക്കെ എടുത്ത് ചവിറ്റുകുട്ടയിലേക്ക് ഇടും. എന്നിട്ടോ ഏതോ കാലത്തിൽ മൂസാനബിയുടെ കാലത്തുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഇട്ട് വരും. എന്നിട്ട് അവസാനം അത് കൊളായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു തീരുമാനം കണ്ടെത്താമായിരുന്നില്ലേ? ഒരു അയഞ്ഞാകൊഞ്ഞ വർത്താനം അവസാനം പറയും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ശരി. ഒന്ന് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കുക. ആർക്കെങ്കിലും ഉപകാരമെങ്കിൽ അത് നമുക്കൊരു സന്തോഷമുള്ളതാണ്, ഒരു പ്രാർത്ഥനയ്ക്ക് വകയുള്ളതാണ്. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.